ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നൗ യു ആർ വാച്ചിങ് സെമീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു DIY ഹാങ്ങിങ് പ്ലാന്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ വീട്ടിലുണ്ടാവുന്ന PVC പൈപ്പ്, അതുപോലെ തന്നെ വെള്ളം അടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പും ചകിരിക്കയറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു DIY ഹാങ്ങിങ് പ്ലാന്ററാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ PVC പൈപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ വെള്ളം അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഗ്രീൻ പൈപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ലീക്ക് വന്ന ഒരു പീസാണ്. അപ്പം ഇതാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിത് രണ്ടും കൂടി യോജിപ്പിച്ച് ഇതുപോലെ ഒരു റിങ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ റിങ്ങിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചകിരിക്കയർ വെച്ചൊന്ന് ചുറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ എൻഡിങ്ങിൽ കാര്യമായിട്ടൊന്നും കെട്ടിക്കൊടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു കുടുക്ക് ഇട്ട് കൊടുത്താൽ മതി. ബാലൻസ് വന്നാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മളെ എല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാന ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കയറി ഇത്രത്തോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ ഹാങ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്യാതിരുന്നത്. ഇനി നമ്മൾ ഈ സർക്കിളിൻ്റെ അകത്ത് ഒരു പോട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പോട്ട് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലൊരു മാർക്കർ വെച്ച് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു നൈഫ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ സർക്കിള് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയാണ് നമ്മൾ. ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്യാനായിട്ടുള്ള ഹോൾസ് ഉണ്ടാക്കണം. ഹോൾസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഹോൾസ് ഇടേണ്ട ഭാഗങ്ങൾക്ക് ഇതുപോലെ മാർക്കർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഡോട്ട്സ് ഇതുപോലെ സോൾഡർ മെഷീൻ വെച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഹോൾസ് ആക്കിയ ഭാഗത്ത് ഇതുപോലത്തെ ഒരു നെയിലോൺ ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ഹോൾസിലൂടെ നെയിലോൺ ത്രെഡ് കടത്തി വിട്ടിട്ട് ഇതുപോലെ ഏറ്റവും മുകളിലായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചകിരിക്കയർ വെച്ച് ഗ്ലൂ ഗൺ കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ചകിരിക്കയർ വെച്ച് ഗ്ലൂ ഗൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചുട്ടി ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു ചകിരിക്കയറായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ നാരുകളും ഇതുപോലെ പുറത്തോട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇതുപോലൊരു കത്രിക വെച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ ഹാങ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഹാങ്ങിങ് പോട്ട് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ നെയിലോൺ ത്രെഡിൻ്റെ മുകളിലോട്ട് നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നൈഫ് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ചെടി നടാനായിട്ടുള്ള പോട്ട് മിക്സ് തയ്യാറാക്കാം. പോട്ട് മിക്സ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് വെച്ചാൽ പൂഴിയും കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ മേൽമണ്ണുമാണ്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പോട്ടിലോട്ട് ഇത് നിറച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പോട്ടിലോട്ട് നമ്മൾ പോട്ട് മിക്സ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റാണ് ഇതിലോട്ട് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മണി പ്ലാന്റ് ആണ്. ഇനി നമ്മുടെ പോട്ടിലോട്ട് നമുക്കിതൊന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ മണി പ്ലാന്റ് ഇതുപോലൊരു വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു റിങ്ങിലോട്ട് ഈ വള്ളി കടത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു DIY ഹാങ്ങിങ് പ്ലാന്ററിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതിൽ നല്ല കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.